ഇന്നത്തെ പുതിയ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് ലത്തീഫ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ എൻ്റെ കൊച്ചുമ്മയെക്കുറിച്ചാണ്. കൊച്ചുമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പായുടെ അനിയന്റെ ഭാര്യ. പേര് ഷാഹിദ. ഒരു 10-28 വയസ്സ് പ്രായം വരും. കാണാനും തിരക്കേടില്ല. 3 കുട്ടികളാണ് കൊച്ചുമ്മായിക്ക്. എൻ്റെ വീടിന്റെ കിഴക്കുവശത്ത് കൊച്ചാപ്പായ്ക്ക് കിട്ടിയ ഓഹരിയിൽ വീട് വെച്ച് അവിടെയായിരുന്നു അവർ താമസിക്കുന്നത്. കൊച്ചാപ്പ ഗൾഫിലായിരുന്നു. 2 വർഷം കൂടുമ്പോഴേ നാട്ടിൽ വരാറുള്ളൂ. എന്റെ വല്യുമ്മ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ ഉമ്മ, അവരുടെ കൂടെയാണ് താമസം. +2 ഒക്കെ കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് കറങ്ങിയടിച്ച് നടപ്പായിരുന്നു എന്റെ പ്രധാന പണി. എന്റെ വായ്നോട്ടം കാരണം വാപ്പ കൊച്ചാപ്പായോട് പറഞ്ഞു, ഒരു വിസ ഒപ്പിച്ച് ഇവനെ കൂടെ നീ അങ്ങോട്ട് കൊണ്ടുപോ, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നടന്ന് പിഴയാകും. കൊച്ചാപ്പ നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അതിലൊന്നും ഒരു താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബുദ്ധിപരമായി ജംഗ്ഷനിൽ ഒരു മുറി കട വാടകയ്ക്കെടുത്ത് ഒരു സ്റ്റേഷനറി കച്ചവടം തുടങ്ങി. കടയിൽ നല്ല കച്ചവടമായിരുന്നു. നാരങ്ങാവെള്ളത്തിനായിരുന്നു ഡിമാൻഡ്. അങ്ങനെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കട കൊണ്ടുപോകാൻ പ്രയാസമായി. അപ്പോൾ വാപ്പ പറഞ്ഞു ഒരു സ്റ്റാഫിനെ കൂടി വെക്കാൻ. ഞാൻ പലരുടെ അടുത്തും ഇക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതുവരെയും ആരെയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചുമ്മ എന്നോട് പറഞ്ഞത്, കബീർ വീട്ടിൽ വെറുതെ നിൽക്കുവല്ലേ, അവനെ വിളിച്ച് കടയിൽ കൊണ്ട് നിർത്ത്. കൊച്ചുമ്മയുടെ ഇളയ ആങ്ങളെയാണ് കബീർ. അങ്ങനെ അവനെ ഞാൻ വിളിച്ച് കടയിൽ നിർത്തി. അവസാനം അതെനിക്ക് ഒരു പാരയായി. എനിക്ക് ചില സ്ത്രീകളുമായി ബന്ധമുള്ളത് അവൻ അറിഞ്ഞു. അവനത് കൊച്ചുമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഷാഹിദ കൊച്ചുമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, ലത്തീഫേ, നിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ നിന്റെ വാപ്പായോട് പറയുന്നുണ്ട്. ചെറുക്കൻ ആകെ വഷളായി വരികയാണ് പിടിച്ചു പെണ്ണ് കെട്ടിക്കാൻ. കൊച്ചുമ്മ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അത് കേട്ടതും എനിക്കാകെ കലിപ്പായി. ഞാൻ നേരെ കടയിൽ ചെന്ന് കൊച്ചുമ്മയുടെ ആങ്ങളയുടെ അടുത്ത് എന്ന് ചോദിച്ചു. അങ്ങനെ വഴക്കായി. അവനെ പിടിച്ച് 2 അടി ഞാൻ കൊടുത്തു. അവൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതറിഞ്ഞ് ഷാഹിദ കൊച്ചുമ്മയുടെ ഉമ്മ മകനെ തല്ലിയതറിഞ്ഞ് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. കൊച്ചുമ്മ വിളിച്ച് കൊച്ചാപ്പായോട് പറഞ്ഞു. ആകെ വിഷയമായി. എന്റെ ഉമ്മയെയും വാപ്പയെയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അവരെനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ കൊച്ചുമ്മയോട് വലിയ ശത്രുതയിലായി. അവരുടെ വീട്ടിൽ വല്യമ്മയെ കാണാൻ പോകും, പക്ഷേ അവരോട് മിണ്ടത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നു. എല്ലാവരും കൂടി കല്യാണത്തിന് പോയി. അവിടെ വെച്ചാണ് ഷാഹിദ കൊച്ചുമ്മ അവരുമായി പഠിച്ച 2 ആണുങ്ങളുമായി നിന്ന് സംസാരിക്കുന്നത് കണ്ടത്. ഞാനിതെല്ലാം കണ്ട് പുറത്തൊരു കസേരയിൽ ഇരിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് എന്നെ അറിയാത്ത ആ 2 പേരും കൂടി എന്റെ തൊട്ടടുത്ത് കിടന്ന കസേരയിൽ വന്നിരുന്നു. അവർ പരസ്പരം ഓരോന്ന് പറയാൻ തുടങ്ങി. നിനക്ക് ഓർമ്മയുണ്ടോ, അവള് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെയും മൈൻഡ് ചെയ്യാതെ നടന്ന പെണ്ണാ. ഇപ്പൊ അവളുടെ പടുതി കണ്ടോ നീ, കൊഴുത്ത് തടിച്ച്. ഞാൻ അവളെ ഓർത്ത് എത്ര തവണ ചെയ്തിട്ടുണ്ടെന്നോ. അന്നേ അവൾക്കെല്ലാം വലുതായിരുന്നു. അവളുടെ ബാക്ക് കണ്ടോ എന്റെ മോനെ. നമുക്ക് ആസ്വദിക്കാനേ പറ്റൂ. അവളൊന്നും വീഴുന്ന ടൈപ്പ് അല്ല. അവളെ കാണുമ്പോൾ തന്നെ അറിയാം അവളൊരു നല്ല കുടുംബിനിയാണെന്ന്. എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അവരോടുള്ള ശത്രുത കൂടിക്കൂടി വന്നു. അവരുടെ അഹങ്കാരം ഒന്ന് തീർക്കണം, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ചെയ്യണം, ഞാൻ മനസ്സിൽ കരുതി. അതിനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു. അവസാനം അത് കണ്ടെത്തി. എന്റെ ഫോണിലാണെങ്കിൽ വോയിസ് മാറ്റി വിളിക്കാനുള്ള സംവിധാനമുണ്ട്. എനിക്കൊരു ഐഡിയ തോന്നി. പിറ്റേന്ന് ഞാൻ അവരുടെ വീട്ടിൽ വല്യുമ്മയെ കാണാൻ എന്ന രീതിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കൊച്ചുമ്മ കുളിക്കുകയായിരുന്നു. ഇത് തന്നെ പറ്റിയ സമയം, ഞാൻ മനസ്സിൽ കരുതി. ഞാൻ പോയി കൊച്ചുമ്മയുടെ ഫോൺ കണ്ടെത്തി. ഭാഗ്യത്തിന് അത് ലോക്കല്ലായിരുന്നു. അതിൽ നിന്ന് കൊച്ചാപ്പയുടെ നമ്പർ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് എന്റെ രഹസ്യ നമ്പർ ഇക്ക എന്ന് ഞാൻ സേവ് ചെയ്തു. കൊച്ചാപ്പയുടെ നമ്പറിലേക്ക് എന്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വിട്ടു. ഇനി ഈ നമ്പറിൽ വിളിച്ചാലേ കിട്ടുകയുള്ളൂ, മറ്റേതിൽ കിട്ടത്തില്ലെന്ന്. എന്നിട്ട് ഞാൻ അവിടെ നിന്നും വീട്ടിൽ പോയിരുന്നു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു കാണും. ഞാൻ കൊച്ചുമ്മയെ വിളിച്ചു. ഞാൻ കൊച്ചാപ്പായിട്ടാണ് കൊച്ചുമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത്. കൊച്ചുമ്മ ഫോൺ എടുത്തു. ഹലോ ഇക്ക, എന്താണ് ഈ സമയത്ത്? കൊച്ചുമ്മ ചോദിച്ചു. ഹലോ, ഒന്നുമില്ല, ചുമ്മാതെ വിളിച്ചതാണ്, ഞാൻ പറഞ്ഞു. ഇക്കായ്ക്ക് സുഖമല്ലേ? സുഖം തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ രാത്രിയിൽ വിളിക്കാം, ഉമ്മായി തിരക്കിയെന്ന് പറഞ്ഞേരെ. എന്നാൽ ശരിയിക്ക. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇവരെ ശരിയാക്കി എടുക്കണം, ഞാൻ മനസ്സിൽ ഓർത്തു. അങ്ങനെ ഞാൻ വൈകിട്ട് കൊച്ചുമ്മയെ വീണ്ടും വിളിച്ചു. കൊച്ചുമ്മ ഫോൺ എടുത്തു.
ഇക്ക എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? എനിക്കാണെങ്കിൽ തീരെ പറ്റുന്നില്ല. ഇങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എത്ര നാളെന്ന് വെച്ചാ? എടീ, എനിക്ക് 2 കൊല്ലം കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ. നീ തൽക്കാലം ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്ത് നിൽക്ക്. ഇനി 1.5 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കും മോളെ. 1.5 കൊല്ലം ദാ പറയുന്നതിനിടയ്ക്ക് പോകത്തില്ലേ? ഫോണിൽ കൂടി കൊച്ചുമ്മാടെ അടുത്ത് ഇത് ഞാനാണ് പറയുന്നതെന്ന് ഓർക്കണം. ഇക്ക എന്തുവായി പറയുന്നത്? എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തൊന്നും ശീലമില്ല. നിങ്ങൾ 2 വർഷം ഒന്നും നിൽക്കണ്ട, വേഗം ഇങ്ങോട്ട് വാ, കൊച്ചുമ്മ ദയനീയ സ്വരത്തിൽ പറഞ്ഞു. കൊച്ചുമ്മ നല്ല രീതിയിൽ ഇളകി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ, ഇക്ക വരുമ്പോഴേ മറ്റേ സ്പ്രേ കൊണ്ടുവരാൻ മറക്കല്ലേ. ഇല്ലെങ്കിൽ ഇക്കായ്ക്ക് പെട്ടെന്ന് കാര്യം കഴിയും. എനിക്കാണെങ്കിൽ ഒന്നും ആകത്തുമില്ല. കൊച്ചുമ്മയുടെ പറച്ചിൽ കേട്ട് എനിക്ക് ചിരി വന്നു. പക്ഷെ ഞാൻ സംയമനം പാലിച്ചു. ഇല്ല ഇല്ല, മറക്കത്തില്ല. അത് ഇപ്പോഴേ മേടിച്ചു വെച്ചേക്കാം. മറക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. ഈ കൊച്ചുമ്മ ആള് കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൊച്ചാപ്പയ്ക്ക് ഇതുവരെ കൊച്ചുമ്മയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ശരിയാക്കി തരാൻ ഞാൻ മനസ്സിലോർത്തു. പിറ്റേന്ന് ഞാൻ വല്യമ്മയെ കാണാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കൊച്ചുമ്മ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. ഒരു നീല നൈറ്റിയാണ് വേഷം. സത്യം പറഞ്ഞാൽ കൊച്ചുമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നി. അമ്മാതിരി സംഭാഷണമായിരുന്നല്ലോ ഫോണിൽ കൂടി പറഞ്ഞത്. ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ വല്യമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞു. കൊച്ചുമ്മ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ വിചാരിച്ചു എന്നോടുള്ള കെറിവ് കൊണ്ടാണെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ 2 ഗ്ലാസ്സിൽ ചായയുമായിട്ട് വന്നു. ഒന്ന് വല്യമ്മയ്ക്ക് കൊടുത്തു, ഒന്ന് എന്റെ നേരെ നീട്ടി. ഞാൻ ചായ മേടിച്ചുകൊണ്ട് കൊച്ചുമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്താ കൊച്ചുമ്മ, കൊച്ചുമ്മയ്ക്ക് ഇനിയും എന്നോട് ദേഷ്യമാണോ? ഓ, എനിക്കെന്തിനാടാ നിന്നോട് ദേഷ്യം? നീയല്ലേ എന്നോട് ദേഷ്യം നടിച്ച് നടക്കുന്നത്, കൊച്ചുമ്മ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒരു സമാധാനമായി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കൊച്ചുമ്മയുടെ അടുത്ത് ചെന്ന് വല്യമ്മ കേൾക്കാതെ പറഞ്ഞു, കൊച്ചുമ്മ, എനിക്ക് ചില സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിട്ടുണ്ട്. ഞാനൊരു അവിവാഹിതനല്ലേ, എനിക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? എടാ, നീ അതൊക്കെ കള. ഞാൻ അതൊക്കെ എന്നേ മറന്ന കേസാ. കൊച്ചുമ്മ ക്ഷമിക്കണം. ഞാൻ കൊച്ചുമ്മയുടെ ആങ്ങളെ അടിച്ചത് തെറ്റായിപ്പോയി. അവനോട് നാളെ മുതൽ കടയിൽ വരാൻ പറ, ഞാൻ പറഞ്ഞു. കൊച്ചുമ്മയുടെ ഉമ്മായിക്കും എന്നോട് ദേഷ്യമായിരിക്കും. ഓ, അതൊന്നും ഇല്ലടാ. അതൊക്കെ ഞാൻ ഉമ്മായോട് പറഞ്ഞെല്ലാം മനസ്സിലാക്കി. നിന്നോട് ദേഷ്യമൊന്നും കാണത്തില്ല ഉമ്മായിക്ക്. ഞാൻ ചിരിച്ചു. ഞാൻ കൊച്ചുമ്മയെ അടിമുടി ഒന്ന് നോക്കി. എങ്ങനെ നോക്കാതിരിക്കും? അങ്ങനെയുള്ള നിപ്പല്ലേ എന്റെ മുന്നിൽ നിൽക്കണത്. പെട്ടെന്ന് കൊച്ചുമ്മ അത് കണ്ടു. എന്റെ ആ നോട്ടം കൊച്ചുമ്മ ഒന്ന് ഊറിച്ചിരിച്ചു. നീ എന്താടാ ഇങ്ങനെ ചേക്കാളയുടെ കൂട്ട് നിൽക്കുന്നത്? നിനക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ ആരെങ്കിലും പെണ്ണ് തരുമോടാ? കൊച്ചുമ്മ ചോദിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് കൊച്ചുമ്മ. പക്ഷെ വാപ്പായും ഉമ്മായും പറയുന്നത് എനിക്ക് പ്രായമായിട്ടില്ലെന്നാണ്. നീ ഇങ്ങനെ പലയിടത്തും പോകുന്നത് അവർക്കൊന്നും തള്ളയും തന്തയുമില്ലേ? കൊച്ചുമ്മ ചുരണ്ടി ചുരണ്ടി ചോദിക്കാൻ തുടങ്ങി. കൊച്ചുമ്മ എന്റെ വഴിക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിനാരാ കൊച്ചുമ്മ കല്യാണം കഴിക്കാത്ത പെണ്ണിന്റെ അടുത്ത് പോകുന്നത്? പിന്നെ നീ ഇതെവിടെയാടാ ചെക്കാ പോകുന്നത്? ഞാനോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചുമ്മ, ഭർത്താവ് നാട്ടിലില്ലാത്ത ചിലരുണ്ട്. അവർ എന്നെ വിളിക്കും. അവർക്ക് എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ വീണ്ടും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ കൊച്ചുമ്മയ്ക്ക് ഞാൻ സഹായം ചെയ്യാം. കൊച്ചാപ്പ പോയിട്ട് കുറച്ചു നാളായില്ലേ? നീ പറഞ്ഞത് ശരിയാടാ. പക്ഷേ ആരെങ്കിലും കണ്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതാ സ്ത്രീകളുടെ ഒരു പ്രശ്നം. അവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കാണും കൊച്ചുമ്മ. പക്ഷെ പേടി കൊണ്ട് അത് സഹിച്ചങ്ങ് ജീവിക്കും. എന്തിനാ കൊച്ചുമ്മ പേടിക്കുന്നത്? ഈ ഭർത്താക്കന്മാർ ഗൾഫിൽ കടിച്ചു പിടിച്ച് ജീവിക്കുവാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അവരും അവസരം കിട്ടിയാൽ എവിടെയൊക്കെ പോവും. അങ്ങനെ ഇതൊക്കെ കേട്ട് കൊച്ചുമ്മയ്ക്ക് വല്ലാത്ത തരിപ്പ് വരാൻ തുടങ്ങി. ആ മുഖം ചുവന്നു തുടുത്ത് ചുണ്ടുകളൊക്കെ ചെറുതായിട്ട് വിറയ്ക്കുന്നു. ഞാൻ പതുക്കെ കൊച്ചുമ്മയുടെ കയ്യിൽ കയറിയെന്ന് പിടിച്ചു. കൊച്ചുമ്മ അനങ്ങാതെ തന്നെ നിന്നു. എന്നിട്ട് പിന്നെ കണ്ണുകൾ കൊണ്ട് എന്നെ ആംഗ്യം കാണിച്ചു, വല്യമ്മ ഇരിക്കുന്നെന്ന്. ഞാൻ കയ്യിൽ നിന്ന് പിടിവിട്ടു. നമുക്ക് റൂമിൽ പോകാം, ഞാൻ കൊച്ചുമ്മയോട് പതിയെ പറഞ്ഞു. അങ്ങനെ കൊച്ചുമ്മയും കൂട്ടി മുകളിലത്തെ റൂമിൽ പോയി. അവരുടെ കടിഞ്ഞാൻ പൊട്ടിക്കാറായി നിൽക്കുന്ന കുതിരയെ ഞാൻ തുറന്നു വിട്ടു. കടിഞ്ഞാണില്ലാത്ത കുതിര ആവേശത്തോടു കൂടി സവാരി നടത്തിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് ആ കുതിരയെ പിടിച്ച് കെട്ടിയാൻ. അത് തളർന്ന് താഴെ കിടന്നു. ആ പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു.